കുട്ടികൾ ഇപ്പൊ ടൂർ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികൾ മനുഷ്യരല്ലാത്ത ടൂറാ പോകുന്നത്. ടൂർ പോകുമ്പോൾ പണ്ടെല്ലാം ടൂർ പോകുമ്പം പാതയോരത്തുള്ള മനോഹരമായ വയലുകൾ, മനോഹരമായ പുഴകൾ, നദികൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ എന്നൊക്കെ പാട്ടുപാടി അതിന്റെ അഹമാമലകൾ മാമലകൾ തേടി നടക്കും. അങ്ങനെ പോകുന്നതിന് പകരം ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഒരു കുട്ടി പോലും സൈഡ് കാഴ്ചകൾ കാണുന്നില്ല. അതിനകത്തു നിന്ന് വട്ടത്തിലിരുന്നിട്ട് ഭയങ്കര ശബ്ദത്തിൽ ലൈറ്റ് വിട്ട് DJ പാട്ടും വെച്ചിട്ട് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുകയാണ് ചെയ്യുക. തേനാ കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവന്, നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക് ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുകയാണ് ചെയ്യുക. ഈ പാടുന്നതിന്റെ അർത്ഥം അവൻ അറിയില്ല. എന്താണിവൻ പാടുന്നതെന്ന് അവനും തിരിച്ചറിയുന്നില്ല. അവനൊന്നും കാണണ്ട. അവൻ അവിടെ എത്തുക, ഏരിയ നല്ല ഹോട്ടലുള്ളത്, നല്ല ഭക്ഷണം ഇവിടെ കിട്ടും, നല്ല റൂം കിട്ടുമോ? ഇത്തരത്തിൽ മൃഗതൃഷ്ണയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ടൂറുകൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ ഭാവിയിൽ മനുഷ്യത്വം അധപ്പതിച്ച് മൃഗീയവാസനകൾ വളരുന്ന കുട്ടികളായി മാറും. ആ മൃഗീയവാസനയാണ് ഒരു മനുഷ്യനെ മിന്നാന്ന് കണ്ടില്ലേ? മോഷ്ടാവല്ല, അയാളുടെ പേരിൽ ഒരു കേസുമില്ല, എന്നിട്ട് ഒരു കൂട്ടം മനുഷ്യർ അടിച്ചു കൊന്നു കളഞ്ഞില്ലേ? കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു പോയതല്ല. ആ മനുഷ്യൻ എന്ത് പാർട്ടിയാണ്, ഏത് മതമാണ്, ഏത് ജാതിയാണെന്ന് അറിയില്ല. അടിക്കാൻ തുടങ്ങിയപ്പോ എല്ലാവരും പേര് അടിക്കുക. എന്തിനാ അടിക്കുന്നത് ആർക്കും ഒരു പിടിയില്ല. തലപ്പുഴയിൽ കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. കാപ്പിത്തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കാൻ പോകുന്ന രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒരു കടുവ പിടിച്ച് കൊന്നു തിന്നുകളഞ്ഞു. അല്ലേ? വാർത്ത നിങ്ങൾ വായിച്ച് കേട്ടിട്ടില്ലേ? അതിന്റെ പേരിൽ അവിടെ കലാപമായിരുന്നു, ഭയങ്കര ഹർത്താലും കുഴപ്പവും നടന്നു. പക്ഷേ ആ കടുവക്ക് ഇത് രാധയാണെന്നും മനുഷ്യ സ്ത്രീയാണെന്നും റേഷൻ കാർഡിൽ പേരുണ്ടെന്നും വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്നും ഇവര് അമ്പലത്തിൽ പോയി തൊഴുന്നവളാണെന്നും ഒന്നും, ശ്രീകൃഷ്ണന്റെ കാമുകിയായ രാധയുടെ പേരാണ് ഇവർക്കുള്ളതെന്നും കടുവക്കറിയില്ല. കടുവയെ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് ഗോതമ്പും റവയും അരിയും സാമ്പാറും പുളിശ്ശേരിയും കഴിച്ചിട്ട് ജീവിക്കാൻ അതിന് കഴിയില്ല. അതിന് പച്ചക്കറിയും പഴങ്ങളും ഒന്നും ജീവിക്കാൻ പറ്റില്ല. അതിന്റെ ശരീരഘടന മാംസവും രക്തവും മാത്രമേ ദഹിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അതിന് കൂർത്ത നഖങ്ങളും കൂർത്ത പല്ലുകളും കൊടുത്തത്.